പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പല കുടുംബങ്ങളുടെയും സങ്കടങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരമ്മ നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ഒരു മകനെ ഓർത്ത. ആ മകൻ അമ്മ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്നില്ല. ആ കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുന്നു. ഒരമ്മ അവരെ സഹായിക്കാമെന്ന് വെച്ചിട്ടും അവർക്കെതിരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ എത്രയോ പേരിങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് കരുതിയിട്ടും ജീവിത പങ്കാളികളും മകനും മകളും അയൽവാസികളും ബന്ധുക്കളും പുറംതിരിഞ്ഞ് നിൽക്കാറുണ്ട്. ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുറംതിരിഞ്ഞ് നിൽക്കുക. ഇത് ശരിക്കും ഒരു പൈശാചികതയാണ്. ഇത് കുടുംബസമാധാനം ഇല്ലാതാക്കാനുള്ള സാത്താൻ്റെ കുതന്ത്രമാണ്. കാരണം മനുഷ്യരിലുള്ള ദൈവസ്നേഹത്തെ എടുത്തു കളയാം. അനുരഞ്ജനപ്പെടാനുള്ള കൃപയെ സാത്താൻ ഇല്ലാതാക്കി കളയാം. അതുകൊണ്ടാണ് അനുരഞ്ജനപ്പെടാതിരിക്കാൻ വേണ്ടി സാത്താൻ നമ്മളിലുള്ള ആ സ്നേഹിക്കാനുള്ള കഴിവ്, തോറ്റുകൊടുക്കാനുള്ള കഴിവ്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, സുബോധത്തോടെ പെരുമാറാനുള്ള കഴിവ്, ഇത് സാത്താൻ എടുത്തു കളയും. പിന്നെ പലരും പിന്നീട് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മദ്യപാനികളുടെ സുബോധത്തെ എടുത്തു കളയാറുണ്ട്. ലഹരിക്ക് അടിമയാകുന്നവരുടെ ബോധത്തെ പിശാച് എടുത്തു കളയും. അപ്പൊ അവര് പിന്നെ പെരുമാറുന്നത് മാനസിക രോഗികളായിട്ടാണ്. ഇങ്ങനെ അടിമപ്പെട്ടു പോകുമ്പോഴാണ് സാത്താൻ ഇങ്ങനെ മന്ത്രിക്കും, ആത്മഹത്യ ചെയ്യട, ആത്മഹത്യ ചെയ്യട. അങ്ങനെ എത്രയോ പേര് ആത്മഹത്യയിലേക്ക് വീണു പോകുന്നു. കാരണം ഈ ദൈവസ്നേഹം നമ്മളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാച് എടുത്തു കളയുമ്പോൾ മനുഷ്യരെ സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുക. പിന്നീട് നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ പ്രവൃത്തിയിലേക്ക് അന്ധകാരശക്തി ആവസിക്കാം. ഇവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, വ്യഭിചാരം ചെയ്യട, കൊലപാതകം ചെയ്യട, അനുസരണക്കേട് കാണിക്കട, ആത്മഹത്യ ചെയ്യട, മദ്യപിക്കട, കുടുംബത്തെ തകർക്കട. അവർക്ക് തൻ്റെ മക്കള് തൻ്റെ മദ്യപാനം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്, വീട് കല്ലിന്മേ കല്ലില്ലാതെ തകർക്കപ്പെടുന്നത് തിരിച്ചറിയാനാവാത്ത വിധം മദ്യപാനികളുടെ തലച്ചോറിനെയും അവരുടെ ചിന്തകളെയും സാത്താൻ ബന്ധിച്ചു കളയാറുണ്ട്. ഈ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവരോർക്കും അവരെല്ലാം ശരിയായിട്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ മേൽ പെട്ടെന്ന് സാത്താൻ വരും. എന്നിട്ട് ഇവരെ പെട്ടെന്ന് തടയുന്നത് പള്ളിയിലെ കാര്യങ്ങളിൽ നിന്ന് തടയും. ഇവരെ കുർബാനയൊക്കെ പോകുന്നത് തടയും. കുടുംബത്തെ പ്രാർത്ഥിക്കുന്നതിന് തടയും. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് കുമ്പസാരിക്കുന്നത്? എന്തിനാണ് കുർബാന? ഇത് ഒരു വ്യക്തി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഉറപ്പിച്ചോ, സാത്താൻ ആ വ്യക്തിയുടെ മേല് ആവസിച്ചു കൊണ്ടിരിക്കുക. ഇവൻ ലക്ഷ്യം വെക്കുന്നത് ആ വ്യക്തിയെ മാത്രമല്ല, ഇവൻ ലക്ഷ്യം വെക്കുന്നത് അവന്റെ തലമുറയാണ്. അധികം താമസിക്കാതെ അവന്റെ തലമുറ തകർക്കപ്പെടും. അവൻ കുറച്ചു നാൾ പിടിച്ചു നിൽക്കും. അവന്റെ ബുദ്ധി കൊണ്ട്, അവന്റെ സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട് കുറച്ചു നാൾ പിടിച്ചു നിൽക്കും. പക്ഷെ പിന്നീട് സുനാമി പോലെ സാത്താൻ വിവിധ തരത്തിലുള്ള ആ തിന്മകളെ അവന്റെ നേരെ, അവന്റെ കുടുംബത്തിന്റെ നേരെ അഴിച്ചുവിടും. നെഗറ്റീവ് എനർജികളുടെ, ആ ഇരുളിന്റെ, ആ അഹങ്കാരത്തിന്റെ, ആ തലക്കനത്തിന്റെ, ആ ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നതിന്റെ, ആ സഭയ്ക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നതിന്റെ ആ സുനാമിയുടെ വേലികേറ്റത്തില് അവന്റെ തലമുറ പിൻതലമുറകൾ വരെ കല്ലിന്മേ കല്ല് ശേഷിക്കാതെ എത്രയോ കുടുംബങ്ങളെ തകരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സാത്താനെ തുടക്കത്തിലേ തടയണം.
തിന്മകളെ തുടക്കത്തിലേ തടയണം. ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ വചനം കേൾക്കുന്നവരിലേക്ക് ആവസിക്കുക. എന്നിട്ട് അവരുടെ തലയിൽ, അവരുടെ ശരീരത്തിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ കാലുകളിൽ, അവരുടെ പറമ്പിൽ, അവരുടെ തൊഴിൽ മേഖലകളിൽ, അവരുടെ മക്കളുടെ ജീവിതത്തിൽ, അവരുടെ മക്കളുടെ പഠന കാര്യങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുന്ന തടസ്സപ്പെടുത്തക്ക തരം ഈ മേഖലകളിലെല്ലാം ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങല കെട്ടുകൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അരൂപി ഇറങ്ങി വരികയും അവയെല്ലാം തകർത്ത് കരിഞ്ഞ ചണനൂൽ പോലെ ചിതറിക്കപ്പെടുക. ഇങ്ങനെ ചിതറിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത വിധത്തിൽ യുവദമ്പതികളെ ബന്ധിച്ചിരിക്കുന്ന മേഖലകൾ, കല്യാണം നടത്താതെ തടസ്സപ്പെട്ടിരിക്കുന്ന മേഖലകൾ, കടബാധ്യതകൾ മൂലം ഗതി കിട്ടാതെ കിടക്കുന്ന മേഖലകൾ, ഭവനമില്ലാത്ത മേഖലകൾ, വഴിയില്ലാത്ത മേഖലകൾ, ആഗ്രഹിക്കുന്ന രാജ്യത്ത് പോകാൻ പറ്റാത്ത മേഖലകൾ, ജോലി സ്ഥലത്തെ ബന്ധനങ്ങൾ, നിരന്തരമായ ശത്രുക്കൾ, ബന്ധുക്കളിൽ നിന്നുള്ള പീഡകൾ, ജീവിത പങ്കാളികളിൽ നിന്നുള്ള പീഡകൾ, കലഹത്തിൻ്റെ ദുരാത്മാവ്, വെറുപ്പിൻ്റെ ദുരാത്മാവ്, വിഷാദരോഗത്തിൻ്റെ ദുരാത്മാവ്, അസ്വസ്ഥതയുടെ ദുരാത്മാവ് ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ബഹിഷ്കരിക്കപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വിശുദ്ധ കുർബാനയുടെ ശക്തിയാ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് ഡെലിവറൻസ് കിട്ടിയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വചനമാണ്. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങിലേക്ക് തിരിക്കണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. മാമോദീസയിലൂടെ ലഭിച്ച കൃപ, സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച കൃപ, കുഞ്ഞുനാൾ കാറ്റഗിസത്തിലൂടെയും ദൈവവചനത്തിലൂടെയും കാർന്നന്മാരോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതിലൂടെയൊക്കെ ലഭിച്ച കൃപ ആ പണ്ടത്തേതുപോലെ ആക്കി തീർക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പൈശാചിക ശക്തികളെ, സാത്താൻ ശക്തികളെ, തിന്മ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ഈ ദൈവജനത്തിൽ നിന്നുള്ള അവരുടെ മേലുള്ള ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിച്ച് ഈ ദൈവജനത്തിന് വിടുതൽ നൽകി ദൈവശക്തിയും അഭിഷേകവും സൗഖ്യം പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ നൽകുന്ന തിരുരക്തം യേശുവേ ഈ മക്കളുടെ മേൽ ഒഴുക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം, സാത്താനെ ദൂരെ പോവുക എന്ന യേശു വചനത്താൽ നരകസർപ്പമേ നിന്നോട് കൽപ്പിക്കുന്നു, കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലേക്ക് മടങ്ങിപ്പോവുക, നിത്യപാതാളത്തിലേക്ക് നീ പലായനം ചെയ്യുക. ഇനിമേൽ ഈ മക്കളുടെ മേൽ ഒരധികാരവുമില്ല, അവകാശവുമില്ല, ആധിപത്യവുമില്ല. യേശുവാണ് ഈ മക്കളുടെ നാഥനും രക്ഷകനും ഏക ദൈവവുമെന്ന് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ മക്കളുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ടുള്ള നാരക ശക്തികൾ തകർക്കപ്പെടട്ടെ. ഈ മക്കളുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികൾ, കുടുംബം തകർക്കുന്ന തിന്മയുടെ അരൂപികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തക്കോട്ട, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട, വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണക്കോട്ട, വിശുദ്ധാത്മാക്കളുടെ ശക്തിക്കോട്ട ഈ മക്കൾക്ക് ലഭിക്കട്ടെ, ലഭിക്കട്ടെ, ലഭിക്കട്ടെ. ഈ വചനം കൂടുന്ന വ്യക്തികള്, അവർ താമസിക്കുന്ന വസ്തുക്കൾ, സ്ഥലങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വസ്തുവകകളോ സ്ഥലങ്ങളോ സമ്പത്തോ കൗശലപൂർവ്വം പ്രലോഭനങ്ങളിലൂടെ തട്ടിയെടുത്തിട്ടുള്ള എല്ലാവിധ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. മദ്യപാനത്തിന്റെ, ലഹരിയുടെ, ആഭിചാരത്തിന്റെ, തിന്മയുടെ, കൊടുത്തരങ്ങളുടെ, മയക്കുമരുന്നിന്റെ എല്ലാ ശക്തികളെയും ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ചേ മക്കളെ,
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ ഈ ദൈവജനത്തിന് ലഭിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം വലിയ അനോയിന്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച, എൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ചയും നിങ്ങൾക്കറിയാം, ഞാൻ 29-ാം തീയതി മലേഷ്യയിലേക്ക് പോവുകയാണ്. തിരികെ വരുന്നത് അവിടുന്ന് 6-ാം തീയതി വൈകുന്നേരം പോരും. 29 മുതൽ 3-ാം തീയതി വരെ അച്ഛൻ അവിടെ ഒരു വചനപ്രഘോഷകരുടെ കൺവെൻഷനാണ്, ഒരു വലിയ കോൺഫറൻസാണ്. തുടർന്ന് 4, 5, 6 തീയതികളിൽ കൊലാലംപൂരിലുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒന്ന് കാണാനും പ്രാർത്ഥിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അങ്ങനെ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കും. കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ഉണ്ടായിരിക്കും. രാവിലെ 6:45 കുർബാന, തുടർന്ന് അന്തോനീസ്നാളിൻ്റെ നൊവേന, തുടർന്ന് 10:30 മണിക്ക് തുടർന്ന് ഈശോനെ എഴുന്നള്ളിച്ച് വെക്കും. 10:30 മണിക്ക് ചെറിയൊരു ശുശ്രൂഷ, 11 മണിക്ക് കുർബാന, അന്തോനീസ്നാളിൻ്റെ നൊവേന, വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 2 മണിക്കൂർ നീളുന്ന അതിശക്തമായ വചനപ്രഘോഷണവും ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയും, 8 മണിക്ക് അന്തോനീസ്നാളിൻ്റെ നൊവേന, നേർച്ച ഭക്ഷണം. പ്രിയപ്പെട്ടവരെ, അടുത്ത 2 ചൊവ്വാഴ്ചകളിലും എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന സിജു എന്ന് പറയുന്ന ഒരു യുവവൈദികനാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയിൽ ഞാനുണ്ടാകും. 2 ചൊവ്വാഴ്ച മലേഷ്യയിലാണ്. അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയിൽ ഞാനിവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എൻ്റെ യാത്രയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.